അമ്മ ഒരു നേഴ്സ് ആവണം എന്നുള്ളത് എന്റെ ചെറുപ്പം മുതലുള്ള ആഗ്രഹമാണ്. വേറെ ഒന്നും എന്നോട് പറയല്ലേ, അമ്മ ഒരു നേഴ്സ് അല്ലേ. അതുകൊണ്ട് തന്നെ പറയണതേ, ഇന്ന് ഈ സമരപന്തലിൽ ഇരിക്കാനോ അതോ 10-15 മണിക്കൂർ ജോലി ചെയ്ത് എക്സ്പീരിയൻസ് മാത്രം വാങ്ങി വരാനോ? അങ്ങനെ നേഴ്സ് ഭ്രാന്ത് തലയിൽ കയറിയപ്പോഴാണ് നിന്നെ തലയിൽ കൊണ്ടേ കെട്ടിവെച്ചത് അല്ലടി നേഴ്സേ? ജിത്തുവേട്ടാ, ഓ, ഈ സ്വന്തം ആഗ്രഹങ്ങൾ മറ്റുള്ളവർ കാരണം നഷ്ടപ്പെട്ടവർക്ക് അതിന്റെ പെയിൻ അറിയും. എന്റെ ഉള്ളിൽ ഇപ്പോഴും എന്നെ കാത്തിരിക്കുന്ന ഒരു നേഴ്സ് ഉണ്ട്. സമരം ഇങ്ങനെ തുടരുകയാണ്. അടിമകളെ പോലെ പണിയിടിപ്പിക്കുകയാണ് ഈ നേഴ്സുമാർ. നമ്മുടെ മാലാഖമാരെന്നൊക്കെ പറയും, ആ മാലാഖമാരിങ്ങനെ തെരുവിലിരുന്ന സമരം ചെയ്യുകയാണ്. ആ ബെസ്റ്റ്. നീ വാതിൽ തുറന്നിട്ട് എവിടെ പോയി കിടക്കിയിരുന്നു? ഞാൻ ആമിനകത്തേക്ക് ഇൻസുലിൻ എടുക്കാൻ പോയതാ. അല്ലെങ്കിൽ തന്നെ ഈ നേഴ്സായിട്ട് എന്ത് ചെയ്യാനാ? ഡെയിലി സമയം പണി എടുക്കുന്നത് അക്കാപ്പിച്ച പോയി എന്നാ പണിക്കുറവുണ്ടോ? അതുമില്ല. പിന്നെ ഇതൊന്നും നമ്മളെ കൊണ്ട് കൂട്ടിയിട്ടാ നല്ല പൈസ ഉള്ള കാര്യമാണ്. നമുക്ക് ശമ്പളമുള്ള വേറെ വല്ല പണിക്ക് പോകാൻ. പൈസ മാത്രമല്ലല്ലോ ഏട്ടാ, ഈ ലോകത്തൊരു നഴ്സിന്റെ കെയർ കിട്ടാത്ത ആരെങ്കിലും ഉണ്ടാവൂ? മോളെ, എന്റെ മോൻ പറഞ്ഞിട്ട് നിങ്ങളെ കൊണ്ട് ഇനി സൂചി ഒന്നും വെപ്പിക്കണ്ടെന്നുള്ളത്. നിങ്ങളങ്ങനെ പഠിച്ചിട്ടൊന്നും ഇല്ലല്ലോ. അപ്പൊ ഈ പഠിച്ചാത്തോല് വെച്ചാൽ ഇതൊന്നും ശരിയാവൂല. അതാണ് പോൻ പറയുന്നത്. വെച്ച് എന്റെ മക്കള് പറഞ്ഞാലേ കേൾക്കാൻ പറ്റുള്ളൂ. നീ ഇങ്ങനെ വിഷമിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അവര് പറഞ്ഞാലും കാര്യമില്ലേ. എന്തായാലും ഞാനൊരു കാര്യം തീരുമാനിച്ചു. നിന്നെ UK വിട്ട് നേഴ്സിംഗ് പഠിപ്പിക്കാൻ പോവാ. ആവേശത്തിനാണെങ്കിലും ഇങ്ങനൊന്നും പറയല്ലേ, ഇതിനൊക്കെ നല്ല ചെലവാ. ഒന്നും കാണാതെ ഒന്നുമല്ല, ഞാൻ ഇതിനെ കുറിച്ച് ശരിക്കും അന്വേഷിച്ചിട്ടാണ്. ട്രില്യൺ സ്റ്റഡി അബ്രോഡ് വഴി നിനക്ക് UK പോയി നേഴ്സിംഗ് പഠിക്കാം. നീ അവിടെ പോയി നേഴ്സായിട്ട് വേണം വേറെ വല്ല കോഴ്സും ഇവര് വഴി പഠിച്ച് എനിക്ക് അങ്ങോട്ട് വരാൻ. കേട്ടോ നേഴ്സേ?